പ്രഭാഷകൻ 7-ാം അധ്യായം 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. തിന്മ പ്രവർത്തിക്കരുത്, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക, അത് നിന്നിൽ നിന്ന് അകന്നു പോകും. മകനെ, അനീതിയുടെ ഒഴിവുചാലുകളിൽ വിതയ്ക്കരുത്, 7 ഇരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിൻ്റെ സന്നദ്ധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്, ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്, ആദ്യത്തേതുപോലെ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. എൻ്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത് ഒരുവനുണ്ട്. സഹോദരനെ ചതിക്കാൻ ശ്രമിക്കരുത്, സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്, കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്, പ്രാർത്ഥനയിൽ വാചലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്, അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപികളുടെ ഗണത്തിൽ ചേരരുത്, ശിക്ഷ വിദൂരത്തില്ലെന്ന് ഓർക്കുക. അത്യന്തം വിനീതനാവുക, എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിയുമായ ഭാര്യ ഉപേക്ഷിക്കരുത്, എന്തെന്നാൽ അവളുടെ സ്വഭാവ വൈവിഷ്യം സ്വർണത്തേക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുക, അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈ കടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക, പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക, ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവാദികളായിരിക്കുവാൻ ശ്രദ്ധ പതിക്കുക, അതിലാളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു. വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്, ഇഷ്ടമില്ലാത്ത ഭാര്യയെ വിശ്വസിക്കരുത്. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക, നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയെന്ന് ഓർക്കുക, നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യഫലങ്ങൾ, പ്രായശ്ചിത്ത ബലി, ബലിമൃഗത്തിൻ്റെ കുറുക്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവൻ്റെ വിഹിതം. ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക, അങ്ങനെ നീ അനുഗ്രഹപൂർണ്ണനാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ഉദാരമായി നൽകുക, മരിച്ചവരോടുള്ള കടമ മറക്കരുത്. കരയുന്നവനിൽ നിന്ന് മുഖം തിരിക്കരുത്, വിലപിക്കുന്നവനോടുകൂടെ വിലപിക്കുക. രോഗിയെ സന്ദർശിക്കുന്നതിൽ വൈമനസ്യം കാണിക്കരുത്, അത്തരം പ്രവൃത്തികൾ നിന്നെ പ്രിയങ്കരനാക്കും. ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ ജീവനത്തെപ്പറ്റി ഓർക്കണം, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. പ്രഭാഷകൻ 8-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ശക്തനോട് മത്സരിക്കരുത്, നീ അവൻ്റെ പിടിയിൽപ്പെടും. ധനവാനുമായി കലഹിക്കരുത്, അവൻ നിന്നെ നശിപ്പിക്കും. സ്വർണം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വായാടിയോട് വാദിച്ച് അവൻ്റെ അഗ്നിയിൽ വിറകിട്ട് കൊടുക്കരുത്. സംസ്കാരശൂന്യനോട് അധികം അടുക്കരുത്, നിന്റെ പൂർവികന്മാർക്ക് കൂടി അപമാനമേൽക്കും. പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത്, നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം. വൃദ്ധരെ നിന്ദിക്കരുത്, നമുക്കും പ്രായമാവുകയല്ലേ. ആരുടെയും മരണത്തിൽ സന്തോഷിക്കരുത്, നമുക്കും മരണമുണ്ട്. ജ്ഞാനികളുടെ മൊഴികളെ നിസ്സാരമാക്കരുത്, ആപ്തവാക്യങ്ങൾ ഹൃദയസ്ഥമാക്കുക, അവ നിന്നെ പ്രബോധിപ്പിക്കും. മഹാന്മാരെ സേവിക്കേണ്ടത് എങ്ങനെയെന്ന് നീ ശീലിക്കുകയും ചെയ്യുക. വൃദ്ധരുടെ ഉപദേശം ആദരിക്കുക,
എന്തുകൊണ്ടെന്നാൽ അവർ തന്നെ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്. അവരിൽ നിന്ന് നിനക്ക് അറിവ് ലഭിക്കും. അവസരത്തിനൊത്ത് മറുപടി പറയാൻ നിനക്ക് കഴിയും. പാപിയുടെ കനൽ ഊതി കത്തിക്കരുത്, അതിൻ്റെ ജ്വാലയിൽ നീ ദഹിച്ചു പോകും. ഉൽത്താനോട് കിടിൽ മത്സരം വേണ്ട. നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ അവൻ നിനക്ക് കെണിയൊരുക്കും. നിന്നേക്കാൾ പ്രബലന് കടം കൊടുക്കരുത്, കൊടുത്താൽ പോയത് തന്നെ. കഴിവിനപ്പുറം ജാമ്യം നിൽക്കരുത്, നിന്നാൽ പണം കരുതിക്കൊള്ളുക. ന്യായാധിപനെതിരെ വ്യവഹരിക്കരുത്, വിധി അവന് അനുകൂലമാവുകയുള്ളൂ. വഴക്കാളിയോട് കൂടെ നടക്കരുത്, അവൻ നിനക്ക് ഭാരമായി തീരും. അവൻ തോന്നുംപടി നടന്ന് നിന്നെയും അപകടത്തിൽ ചാടിക്കും. ക്ഷിപ്രകോപിയോട് വഴക്കിന് നിൽക്കുകയോ അവനോടൊത്ത് വിജനപ്രദേശത്ത് സഞ്ചരിക്കുകയോ അരുത്. രക്തം ചൊരിയാൻ അവന് മടിയില്ല. സഹായിക്കാൻ ആരുമില്ലെന്ന് കണ്ടാൽ അവൻ അടിച്ചു വീഴ്ത്തും. ബോഷിന്റെ ഉപദേശം തേടരുത്, അവന് രഹസ്യം സൂക്ഷിക്കാനാവില്ല. കോപ്യമായിരിക്കേണ്ടതെന്നും അന്യർ കാണുകയും ചെയ്യരുത്, അവനത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം.